7 gram of water is formed during complete combustion of pure propane C3H6. The mass of propane burnt is. Okay, അപ്പോൾ നമുക്ക് ഇവിടെ propane combustion reaction എഴുതാം. C3H6 plus O2 gives CO2 plus H2O. ഇനി റിയാക്ഷൻ നമുക്ക് ബാലൻസ് ചെയ്യാം. ഇവിടെ 9/2 O2, ഇവിടെ 3 CO2, 3 H2. ഓക്കെ, അപ്പോൾ പ്രൊപ്പീൻ്റെ നമുക്ക് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാം. 3 × 12 + 6 × 1. ദിസ് ഈസ് ഈക്വൽ ടു 42 gram. ദിസ് ഇസ് ഫോർ പ്രൊപ്പീൻ. ഇനി വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് എന്താ? 2 × 1 + 16 × 1. ദിസ് ഇസ് ഈക്വൽ ടു 18 gram. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ നമ്മൾ കാണുമ്പം എന്താ 54 gram ഓഫ് H2O നീഡ്സ് എത്ര ഗ്രാം ഓഫ് പ്രൊപ്പീന്? 42 gram ഓഫ് പ്രൊപ്പീൻ. C3H6 3H2, അതായത് 3 H2ന് ഒരു C3H6 വേണം. അതായത് 54 gram ഓഫ് H2. 54 എങ്ങനെ വന്നത്? 18 × 3. 54 gram of H2O needs 42 gram of propane. Therefore 1 gram of H2O ന് എത്ര propane വേണം? 42/54 gram of propane. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ 27 gram ഓഫ് വാട്ടർ കിട്ടാൻ എത്ര മാസ് ഓഫ് പ്രൊപ്പീൻ ആണ് വേണ്ടത്? ഓക്കെ, therefore for 27 gram of water എത്ര മാസ് ഓഫ് പ്രൊപ്പീൻ? 42/54 × 27 gram ഓഫ് പ്രൊപ്പീൻ. ഓക്കെ, ഇപ്പം എത്ര നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 21 gram ഓഫ് പ്രൊപ്പീൻ. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി. 0.46 gram of a hydrated salt MSO4.XH2O is completely dehydrated. 1.20 gram of anhydrous salt is obtained. If the molecular weight of anhydrous salt is 120 gram per mole, what is the value of X? ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഇവിടെ ഒരു സോൾട്ട് ഉണ്ട്, MSO4.XH2. ഈ സോൾട്ട് എന്താ ഡീഹൈഡ്രേറ്റ് ചെയ്യുകയാണ്. ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് എന്താ സംഭവിക്കുക? MSO4ഉം H2 ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് വെൻ 2.46 gram ഓഫ് ഹൈഡ്രേറ്റഡ് സോൾട്ട്. ഇതിൻ്റെ വെയിറ്റ് 2.46 gram. ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്തതിന് MSO4ൻ്റെ വെയിറ്റ് എത്രയാണ്? 1.20 gram ഫോം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. നമുക്ക് മോളിക്കുലർ വെയിറ്റ് ഓഫ് എൻഹൈഡ്രസ് സോൾട്ട് ഇസ് 120 gram per mole എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് മോളിക്കുലർ വെയിറ്റ് ഓഫ് MSO4 120 gram per mole. ഇനി എന്താ മോളിക്കുലർ വെയിറ്റ് ഓഫ് MSO4.XH2 എത്ര? 120 + H2ൻ്റെ വെയിറ്റ് എത്ര? 18. സോ 18 × X ഇത്രയും gram per mole. അത് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും 120 + 18 gram ഓഫ് MSO4.XH2O on dehydration gives എത്ര? 120 gram ഓഫ് MSO4. Okay, therefore for 1 gram of MSO4.XH2, how many grams of MSO4? 120/120 + 18x gram of MSO4. Okay, അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ വെൻ 2.46 gram ഓഫ് ഹൈഡ്രേറ്റഡ് സോൾട്ട് MSO4.XH2 തന്നിട്ടുണ്ട്. അപ്പോൾ ഫോർ 2.46 gram ഓഫ് MSO4.XH2 എത്രയാ? 120/120 + 18x into 2.46 gram of MSO4. Okay.
അപ്പോൾ 4.26 gram of MsO4.HH2 എത്ര gram of MsO4 തരുന്നുണ്ട്? 120/120 plus 18x into 2.46 gram of MsO4. ഓക്കെ, പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇത്രയും gram of hydrated salt is dehydrated, 1.20 gram of anhydrous salt is found. അതായത് ഈ മാസ് this is equal to 1.2 implies 1.2 is equal to 120/120 plus 18x into 2.46. ഇതിന് നമുക്ക് സോൾവ് ചെയ്യാം. 1.2 is equal to 295.2 by 120 plus 18x implies 295.2 is equal to 1.20 into 120. അത് എത്രയാണ്? 144 plus 1.2 into 18 21.6 into x. ഓക്കെ, അപ്പം എന്താ? x is equal to 295.2 minus 144 divided by 21.6. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7. x is equal to 7. So the answer is option E. Reaction at equilibrium is minus 20.5 kilojoule per mole. Then the entropy change for this equilibrium at 410 Kelvin. അപ്പോൾ നമുക്ക് എൻട്രോപ്പി ചേഞ്ച്, അതായത് ഡെൽറ്റ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അറ്റ് 410 Kelvin. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഗിവൺ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 20.5 ജൂളിലേക്ക് ആക്കുമ്പോൾ ഇൻറ്റു 10⁻³ ജൂൾ മോൾ ഇൻവേഴ്സ്. ഓക്കെ, നമുക്ക് എൻതാൽപ്പിയും എൻട്രോപ്പിയും തമ്മിൽ, ചേഞ്ച് ഇൻ എൻതാൽപ്പിയും ചേഞ്ച് ഇൻ എൻട്രോപ്പിയും തമ്മിൽ ബന്ധമുള്ള ഫോർമുല ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു മൈനസ് 20.5 10⁻³ ബൈ 410. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -50 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. Enthalpy of combustion of glucose molar weight 180 gram per mole is -2840 kilojoule per mole. Then the amount of heat evolved when 0.9 gram of glucose is burnt. Okay, അപ്പോൾ നമുക്ക് 180 gram per mole, 180 gram per മോളിൻ്റെ enthalpy of combustion ഗ്ലൂക്കോസിൻ്റെ ഇസ് -2840 കിലോജൂൾ പെർ മോളിന് തന്നിട്ടുണ്ട്. ഓക്കെ, 180 gram ഓഫ് ഗ്ലൂക്കോസ് C6H12O6ൻ്റെ എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്താ? 2840 കിലോജൂൾ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഇസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ് വെൻ 0.9 gram ഓഫ് ഗ്ലൂക്കോസ് ഇസ് ബേൺഡ്. ഓക്കെ, അപ്പം 1 gram ഗ്ലൂക്കോസ് ബേൺ ചെയ്ത എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്താ? 2840/180. ഓക്കെ, അത്ര കിലോ ജൂൾ ഉണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യനിൽ 0.9 gram ഓഫ് ഗ്ലൂക്കോസ് ആവുമ്പോൾ ഇത് ഇൻറ്റു 0.9 ചെയ്താൽ മതി. ബൈ 180 ഇൻറ്റു 0.9 that is equal to 14.2 kilojoule. Okay, inverse and -824 kilojoule mole inverse. What is the standard enthalpy change for the following reaction? Fe2O3 solid plus 3H2 gas gives 3H2O liquid plus 2Fe solid. Okay, അപ്പോൾ നമുക്ക് എന്താ ഇവിടെ തന്നിരിക്കുന്നത് HF0 of H2O എത്ര? -286 കിലോജൂൾ പെർ മോൾ. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് HF0 ഓഫ് Fe2O3 which is equal to -824 കിലോജൂൾ പെർ മോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഇസ് ദി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഫോർ ദിസ് റിയാക്ഷൻ. ഓക്കെ, അപ്പം ഹീറ്റ് ഓഫ് റിയാക്ഷൻ HR ഇസ് ഈക്വൽ ടു എന്താ? ഡെൽറ്റ HF0 ഓഫ് പ്രോഡക്ട്സ് മൈനസ് ഡെൽറ്റ HF0 ഓഫ് റിയാക്റ്റൻസ്. ഓക്കെ,
പ്രോഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ചിൻ്റെ സമ്മ എല്ലാം കൂടെ മൈനസ് റിയാക്റ്റൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ചിൻ്റെ സമ്മ. അതാണ് ഹീറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പം നമ്മുടെ പ്രൊഡക്ട്സിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? 3 H2O 2 Fe. അപ്പോൾ നമുക്കറിയാം സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എലമെൻറ്റ് എന്താ? 0 ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം HF0 ഓഫ് കാർബൺ ഇൻ ദ ഫോം ഓഫ് സോളിഡ് ഗ്രാഫൈറ്റ് എന്താ? 0. പക്ഷേ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഡയമണ്ട് 0 അല്ല, മറിച്ച് എന്താ? 2 kJ/mol ആണ്. കാരണം ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് എന്താ? സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് കാർബൺ. പക്ഷെ ഡയമണ്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് കാർബൺ അല്ല. അതുകൊണ്ട് HF0 ഓഫ് ഡയമണ്ട് is not equal to 0, which is equal to 2 kJ/mol. അപ്പോൾ നമുക്കറിയാം പ്രോഡക്റ്റ് എന്തൊക്കെയാ? 3 H2O plus 2 Fe. പക്ഷെ Fe എന്ന് പറയുന്നത് എന്താ? സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആണ്, അതായത് പ്യുവർ എലമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ആണ്. സോ ഇത് എന്താ? 0 ആണ്. HF0 ഓഫ് Fe is 0. അപ്പോൾ നമുക്ക് എഴുതാം 3 × -286 0 മൈനസ് റിയാക്റ്റൻസിൽ എന്തൊക്കെയാണ്? Fe2O3. Fe2O3ൻ്റെ HF0 എന്താ? -824 പ്ലസ് H2 ഗ്യാസ്. അത് ഹൈഡ്രജൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് 0. അപ്പം ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -34 kJ/mol. അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ദിസ് റിയാക്ഷൻ. അത് ഏത് ഓപ്ഷനില്ല? ഓപ്ഷൻ ഇ. ഡൈനാമിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് ക്വസ്റ്റ്യൻ വായിക്കാം. The standard enthalpy of formation of H2O and Fe2O3 solid are respectively -286 kJ/mol inverse and -824 kJ/mol inverse. What is the standard enthalpy change for the following reaction? Fe2O3 solid plus 3H2 gas gives 3H2O liquid plus 2Fe solid. Okay, അപ്പോൾ നമുക്ക് എന്താ ഇവിടെ തന്നിരിക്കുന്നത്? HF0 of H2O എത്ര? -286 kJ/mol. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് HF0 ഓഫ് Fe2O3 which is equal to -824 kJ/mol. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഇസ് ദി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഫോർ ദിസ് റിയാക്ഷൻ. ഓക്കെ, അപ്പം ഹീറ്റ് ഓഫ് റിയാക്ഷൻ HR is equal to എന്താ? ഡെൽറ്റ HF0 ഓഫ് പ്രോഡക്ട്സ് മൈനസ് ഡെൽറ്റ HF0 ഓഫ് റിയാക്റ്റൻസ്. ഓക്കെ, പ്രോഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ചിൻ്റെ സമ്മ എല്ലാം കൂടെ മൈനസ് റിയാക്റ്റൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ചിൻ്റെ സമ്മ. അതാണ് ഹീറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പം നമ്മുടെ പ്രൊഡക്ട്സിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? 3 H2O 2 Fe. അപ്പോൾ നമുക്കറിയാം സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എലമെൻറ്റ് എന്താ? 0 ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം HF0 ഓഫ് കാർബൺ ഇൻ ദ ഫോം ഓഫ് സോളിഡ് ഗ്രാഫൈറ്റ് എന്താ? 0. പക്ഷേ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഡയമണ്ട് 0 അല്ല, മറിച്ച് എന്താ? 2 kJ/mol ആണ്. കാരണം ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് എന്താ? സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് കാർബൺ. പക്ഷെ ഡയമണ്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് കാർബൺ അല്ല. അതുകൊണ്ട് HF0 ഓഫ് ഡയമണ്ട് is not equal to 0, which is equal to 2 kJ/mol. അപ്പോൾ നമുക്കറിയാം പ്രോഡക്റ്റ് എന്തൊക്കെയാ? 3 H2O plus 2 Fe. പക്ഷെ Fe എന്ന് പറയുന്നത് എന്താ? സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആണ്, അതായത് പ്യുവർ എലമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ആണ്. സോ ഇത് എന്താ? 0 ആണ്. HF0 ഓഫ് Fe is 0. അപ്പോൾ നമുക്ക് എഴുതാം 3 × -286 പ്ലസ് 0 മൈനസ് റിയാക്റ്റൻസിൽ എന്തൊക്കെയാണ്? Fe2O3. Fe2O3ൻ്റെ HF0 എന്താ? -824 പ്ലസ് H2 ഗ്യാസ്. അത് ഹൈഡ്രജൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് 0. അപ്പം ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -34 kJ/mol. അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച്
ഓഫ് ദിസ് റിയാക്ഷൻ. അത് ഏത് ഓപ്ഷനിലാണ്? ഓപ്ഷൻ ഇ.